അമ്മ ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉമ്മ എല്ലാവർക്കും ഉമ്മ. ഭയങ്കര ഉമ്മയായിപ്പോയി. അപ്പളേ അമ്മ ഉമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ഒന്ന് തന്നെ. ഉമ്മ അമ്മ മമ്മിയൊക്കെ ഒന്നായതുകൊണ്ട് ഞാൻ എന്താ പറയണറിയോ, ഈ ഭയം 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 പറഞ്ഞൊരു സംഭവമില്ലേ, അതന്നെ ഫിയർ. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിലുള്ള കാലം വരെ എന്തെന്നെ ചെറിയൊരു അസുഖം നമുക്ക് വന്നാലും ഇതെനിക്ക് മാറുമോ മാറില്ല എന്നുള്ളൊരു ഭയം ആർക്ക്, എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് അമ്മയ്ക്കും ഉണ്ടായി. അപ്പം അമ്മ ഇങ്ങനെ രാവിലെ എണീച്ച് നടന്നു വരുമ്പോൾ ഞാൻ പറയും, അച്ഛാ അത് അമ്മ നടക്കണമെന്ന് പറയും. അപ്പം അമ്മയ്ക്ക് നാണക്കേടായി. അപ്പം അമ്മയ്ക്ക് നാണക്കേടായി. ഞാൻ നിർത്തിയ അച്ഛൻ പറയും, ഇത് നമ്മൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത കേട്ടോ. എന്താ അറിയോ, അമ്മ നടക്കാത്ത ദിവസം ഉണ്ടോ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കാൻ പറ്റാണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിന കാരണമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, അച്ഛൻ അത് അമ്മ നടക്കണമെന്ന് പറയും. അപ്പോൾ അതിശയം പോലെ അച്ഛൻ വന്ന് നോക്കും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പറയും, ഇതിപ്പോൾ അമ്മയ്ക്ക് എന്തായി, ഇവിറ്റങ്ങോട്ട് ശരിക്കും എന്നെ ശരിക്കും പണി വയ്ക്കുകയാണെന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു നാണക്കേട് പോലെയൊക്കെ ആയപ്പോൾ അമ്മ എന്താക്കി, ആ അസുഖത്തിനെ തരണം ചെയ്യാനെന്നുള്ള ബുദ്ധി നമ്മുടെ ഉള്ളിൽ വന്നു. എങ്ങനെ അറിയോ, നമുക്കൊരു അസുഖമുണ്ട്, അതിൻ്റെ വേദനയാണ്, നമുക്ക് നടക്കാൻ പറ്റില്ല, നമുക്ക് എണിക്കാൻ പറ്റില്ല, നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന് പുറത്ത് വരില്ല. അതിൻ്റെ പകരം ഞാനെങ്ങനെ കടന്നാൽ ശരിയാവില്ല, ഇതല്ല ഞാനെന്നുള്ള തോന്നൽ വരുന്നത്. കാരണം എന്താ അറിയോ, ഈ ഫിയർ എന്നുള്ള വാക്കമ്മ പറഞ്ഞില്ല നേരത്തെ, അതിൽ തന്നെ അതിൻ്റെ അർത്ഥം ഉണ്ട്. എന്താ അറിയോ, ഫർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ അവേ എന്നുണ്ട്. ഒന്ന് ഫർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ അവേ, എല്ലാം മറന്ന് ഓടിപ്പൊക്കോളൂ. അതാണ്, മനസ്സിലായില്ലേ? ഇനി ഒന്നും നോക്കണ്ട, ഇനി ഒന്നുമില്ല, എണിച്ച് ഓടിക്കോളൂ എന്ന്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഫർഗെറ്റ് എവറിത്തിങ്, അല്ലെങ്കിൽ ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ് അഗെയിൻ. ആദ്യത്തേത് ഫർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ അവേ, ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. മനസ്സിലായില്ലേ? എല്ലാത്തിനെയും നേരിടുക, വീണ്ടും അതിശക്തമായി എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അമ്മ എന്തായി, ഈ കളിയാക്കിയപ്പോൾ അതിശക്തമായി എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചു അല്ലേ? പിന്നെ നിങ്ങൾ അമ്മ നടക്കണോ, ഞാൻ താഴേട്ട് നടക്കണോ, ഒന്ന് ചെറുതായിട്ടൊന്ന് കാല് കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെയൊക്കെ കളിയാക്കാൻ പറ്റും. അതെന്താ ബൊമ്മ നടക്കണോ ബൊമ്മ നടക്കണോ പറയുമ്പോൾ അപ്പോഴേക്ക് അച്ഛൻ അമ്മ ശരിക്കും നടക്കണോ, ചെറിയ കുട്ടികളെ നടക്കാൻ പഠിക്കണ. എന്തിനായിരുന്നു അറിയാമ, പണ്ട് KTV ഒരു വിജയകാന്തിൻ്റെ സിനിമ കണ്ടു. നോക്ക്, ഓരോ സിനിമകൾ നമുക്ക് ഇൻസ്പിറേഷനാണ് കണ്ടോ. അതിൽ വിജയകാന്തിൻ്റെ അനിയത്തിലെ ഭർത്താവ് എന്ന് വെച്ചാൽ അനിയത്തിനെ സ്നേഹിച്ചൊരു വ്യക്തി, മൂപ്പര് ജീവിതകാലം മുഴുവൻ കടപ്പലായിരിക്കും പറഞ്ഞപ്പോൾ വിജയകാന്ത് ആ ഒരു പയ്യനെ മെൻ്റൽ ടോർച്ചർ ചെയ്യും. ആ സിനിമ കണ്ട എല്ലാവരും തലമാന്തും, ഇയാൾ എന്തൊരു മനുഷ്യനാണ് പറഞ്ഞത്. ചെറുപ്പത്തിൽ കണ്ടാണ്, നല്ല ഓർമ്മയാണ് എനിക്ക്. അവസാനം ഇയാളുടെ ചികിത്സയുടെ ഒരു ഭാഗമായിരുന്നു പറയും പോലെ ഞാൻ അച്ഛനും കൂടി കളിയാക്കിയിട്ട് അമ്മേനെ ഫുള്ള് പൂർണ്ണ ആരോഗ്യവതിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതിലുള്ളവരൊക്കെ എന്നെ താങ്ക്സ് പറയണം. എവിടെ മുളകില്ലല്ലോ ഇത് നിനക്ക് മാത്രമുള്ളതാണ് കേട്ടോ, അച്ഛനും വേണ്ട. അല്ല മുളകില്ലല്ലോ, മുളകൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മുട്ട പുഴുങ്ങി നേരാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, വലിയേല, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മുളകും മഞ്ഞളും കൂടി അരച്ചത്, പിന്നെ കുറച്ച് നാളികേരപ്പാൽ. ആര് കുറച്ചു? എന്ത് കുറച്ചു? അമ്മയല്ലേ പറഞ്ഞു കുറച്ചിട്ട് നാളികേരപ്പാൽ. അതൊക്കെ പോട്ടെ. അമ്മപ്പ ആ മുട്ട കാണിച്ചിട്ട് നിനക്ക് മാത്രം നമ്മൾ ഇത്രയും കാണിച്ചാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ എന്ത് വിചാരിക്കും? ഇവൻ തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചവനാണെന്ന് വിചാരിക്കില്ലേ? എനിക്ക് അത്രയും മുട്ടയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാം. അല്ലെങ്കിൽ എനിക്ക് നിനക്ക് വന്ന് ഇത്ര കാണിച്ച ആൾക്കാരെ തെറ്റിദ്ധരിക്കില്ലേ? ഇവൻ എന്ത് രണ്ട് കഴിക്കുന്ന പറഞ്ഞാൽ അതിപ്പോ രണ്ടെണ്ണം പുഴുങ്ങിയിട്ട് കാണിച്ചാൽ അവർ വിചാരിക്കും 2 മുട്ടയല്ലേ എന്ന്. അത് 2 എണ്ണം നടുമുറിച്ചിട്ട് കാണിച്ചാൽ എന്ത് മുട്ടയവൻ കഴിക്കണെന്ന് പറയും. മനസ്സിലായില്ല? അങ്ങനെ പറയരുത്, ആൾക്കാരെ തെറ്റിദ്ധരിക്കും. പിന്നെ കൂട്ടാത്തവർക്ക് വേണ്ടല്ലോ, ഞങ്ങൾക്ക് ഇത്തിരി മുരിങ്ങ മതി, അച്ഛനും മുരിങ്ങ മതി പറഞ്ഞപ്പോ പിന്നെ എനിക്കത് അപ്പൊ അമ്മ മദീനയായോ? അല്ല, അപ്പൊ അച്ഛനും മുരിങ്ങി പച്ച തൈരും മതി ഇത്രേ, പിന്നെ അച്ചാറോ പപ്പടമൊക്കെ മതി പറഞ്ഞു. എനിക്ക് മുട്ടയൊന്നും വേണ്ട, അങ്ങനെ അതൊക്കെ വേണ്ട. ഓക്കെ, അപ്പോ നമുക്ക് ഇത് ചൂടായ ഈ ചെറിയുള്ളി, ചെറിയുള്ളിയാണെങ്കിലും നല്ലത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭയം എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് കാല് നിർത്തി വെക്കുമ്പോഴേ ഭയങ്കര വേദന. അപ്പൊ ഒന്ന് നോണ്ടി
പിന്നെ നിങ്ങളുടെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അറിയോ, കാലൊന്ന് വെള്ളം അമർത്തി ഇങ്ങനെ വെച്ചിട്ട് വേദന സഹിച്ചിട്ടാണ് ഇത് നടക്കണം നിർത്തോന്നത്. ഞാനൊരു കാര്യം അമ്മനെ ഓർമ്മപ്പെടുത്തട്ടെ. അമ്മയ്ക്ക് അമ്മ പറഞ്ഞു തന്ന കാര്യം അമ്മനെ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. പണ്ടൊരു കാലത്ത് അമ്മയുടെ അച്ഛന് ലോറി ആക്സിഡന്റ് ആയിട്ട്, നമ്മുടെ അച്ഛന് ലോറിയൊക്കെ ഉള്ള സമയത്ത് ഡ്രൈവർ ഇല്ലാത്തൊരു ദിവസം ലോറി ഓടിച്ചു പോയി. ലോറി ആക്സിഡന്റ് ആയിട്ട് കാലിന്റെ ചിരട്ട പൊട്ടിപ്പോയിട്ട് എന്താ സംഭവിച്ചു? എന്റെ അമ്മയുടെ അച്ഛനല്ലേ? അപ്പൊ എന്താ സംഭവിച്ചു? അച്ഛനെന്ത് ചെയ്തല്ലോ, അത് കൊറേ ദിവസം ഇങ്ങനെ ബാൻഡേജ് ഇട്ടിട്ട് ഷർട്ടൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയി. അപ്പൊ ഒരു കാലിലെ ഷർട്ട് ഇല്ല. അപ്പൊ അച്ഛനെന്ത് വിചാരിച്ചു, അത് ഡോക്ടർ പറഞ്ഞു എത്ര 6 മാസം വരെ കഴിക്കരുത്. അച്ഛനൊരു 1.5 മാസം കഴിഞ്ഞപ്പോ അതിങ്ങനെ ചൊറിയാനൊക്കെ തുടങ്ങിയില്ലേ. അപ്പൊ ഒരു ദിവസം ആരുമില്ലാത്ത സമയത്ത് ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നില്ലേ, ആ സമയത്ത് ഡോക്ടർ ആരുമില്ലാത്ത പദം കഴിച്ചിട്ട് ചൊറേല് മുങ്ങിണ്ടായിരുന്നു. കണ്ടിട്ട് എല്ലാവരും പേടിച്ചു. എന്നിട്ട് അവിടെ ഞങ്ങളൊരു സുരേഷ് കൊണ്ട് ഒരു ഡോക്ടറുണ്ട് അടുത്ത്, അങ്ങോട്ട് വന്നിട്ടത് പിന്നെ 2ാമത് കെട്ടിട്ട് പറഞ്ഞ് നിങ്ങൾ ആശുപത്രിയിൽ പൊക്കോളൂ, അച്ഛൻ കേട്ടില്ല. അവർ പോയാൽ വീണ്ടും ഇടും വന്നിട്ട് അച്ഛൻ അത് എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി എന്നിട്ട് അച്ഛൻ എന്നിട്ട് ആ കാലിൽ ഒന്നും സംഭവിച്ചില്ല. ഇവർ വന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ടൊക്കെ പോകും. അപ്പോൾ അവർ പറഞ്ഞ പോലെ പേടിപ്പിച്ച പോലെ ഒന്നും ആവില്ല. എന്നിട്ട് അച്ഛൻ എത്രയോ കാലം വരെ ഡ്രൈവ് ഏതൊക്കെ മല കയറിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എവിടെ നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഇതേപോലെ പറ്റി. ആള് ആ കാല് പേടിച്ചിട്ട് അയച്ചതേ ഇല്ല. ആള് ജീവിതകാലം മുഴുവൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ ആരും ചെയ്യാനൊന്നും പാടില്ല. പക്ഷെ ആളുടെ ഒരു ആത്മധൈര്യം അങ്ങനെ ചെയ്തു, അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഞാൻ പറയാൻ കാരണം, അങ്ങനെ ഒരു അച്ഛൻ്റെ മകളായിട്ട് ഒരു ഇത്തിരിയൊക്കെ വരുമ്പോഴേക്കും ആദ്യം ചെറിയുള്ളിട്ടു, പിന്നെന്തായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. ഇതിലധികം ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളുള്ളൂ. പിന്നെ ഈ തക്കാളി ഇട്ടു. ഞാനിപ്പോ പറഞ്ഞത് ഒരിക്കലും ആരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാല് ഊരാനൊന്നും പാടില്ല കേട്ടോ. അത് തെറ്റായൊരു സന്ദേശമാണ്. പക്ഷെ അവരുടെ ആരോഗ്യം, ആ കാലഘട്ടം, അന്നത്തെ മനുഷ്യര് അവർക്കത് സാധിച്ചു. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്, അവരുടെ ധൈര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു ധൈര്യമുള്ള അവരുടെ മൂത്ത മകളായ അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് വരുമ്പോഴേക്കും ഇത്രയും ദിവസം എടുത്തല്ലോ എന്നൊരു ചോദ്യമാണ്. അപ്പൊ കുറച്ച് പിന്നെ എല്ലാത്തിനും ഉണ്ടല്ലോ നാം പാതി ദൈവം പാതി. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം, നമ്മുടെ കാര്യങ്ങൾ, അതിനൊരു വിൽ പവർ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണമ്മ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്ര കളിയാക്കിയപ്പോൾ അപ്പോൾ എണീച്ചോ? നമ്മുടെ ഭയം പോയോ? ഭയം പോയിട്ട് എന്നെ ഇവരെന്തോ കളിയാക്കുന്നുണ്ട്. ഇതത്ര ശരിയല്ല എന്നുള്ള തോന്നൽ അമ്മയ്ക്ക് വന്നോ? ആ തോന്നൽ അമ്മയ്ക്ക് ഇന്ന് നടക്കാൻ പറ്റിയോ? അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഈ ആൾക്കാരെ എത്ര ദിവസം കാണാതിരുന്നു? ഒരു ദിവസം അല്ലേ? ഞായറാഴ്ച നമ്മൾ വരാറില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഒരു ദിവസം. അപ്പോൾ കഥ തുടങ്ങാം. അതായത് ഒരു ഫ്ലൈറ്റ് യാത്രയിലൂടെ നടന്ന ഒരു സംഭവമാണ്. ഭഗവാനെ, ഇപ്പൊ കാളവണ്ടി പോയി, ട്രെയിൻ പോയി, ബസ് പോയി, സന്യാസി പോയി, മരഞ്ചോട് പോയി, ആലഞ്ചോട് പോയി, ഇപ്പൊ നേരെ ഫ്ലൈറ്റിലേക്ക് കയറി അമ്മ. അപ്പൊ കറക്റ്റായിട്ട് ഫ്ലൈറ്റിലേക്ക് എത്തിപ്പോലെ. എന്താ ഒരു പുരോഗമനം പറയൂ. ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെയാണ് അമ്മ. അത്ര ഹൈ ലെവലിൽ എത്തിയപ്പോ അമ്മ. ആയിക്കോട്ടെ. അപ്പൊ ഒരു ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. അതില് ഒരു യുവതി ആ ഫ്ലൈറ്റിൽ വന്ന് കയറി. അപ്പൊ കയറിയിട്ട് അവർക്ക് ഒരു സീറ്റ് ഉണ്ടാവുമല്ലോ, ആൾക്ക്. അതിൽ വന്നിട്ട് ഇരുന്ന സമയത്ത് നമ്മുടെ പറയാം അപ്പോഴല്ലേ എനിക്ക് ശരിയാവും. ഒരു യുവതി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു കാണാനൊക്കെ ഒരു നല്ല ഭംഗിയുള്ള ഒരു യുവതി. എന്താ യുവതി എന്ന് പറയുമ്പോഴേ കാണാൻ ഭംഗിയുള്ളത്? അല്ല, അങ്ങനെ പറയുന്നത് കാണാൻ ഭംഗിയില്ലാത്ത യുവതികളല്ലേ? അല്ല, അങ്ങനെയല്ല. നല്ല ഒരു എന്താ പറയാ, ഇപ്പൊ ഞാനിപ്പോ ഈ കഥ കേൾക്കുമ്പോ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അവരുടെ കാണാൻ ഭംഗിയുള്ളവരൊക്കെ വേറെ രീതിയിൽ കഥ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭംഗി ഒന്നിനും ഒരു പ്രാധാന്യമൊന്നുമല്ല. അത് കഥയുടെ അവസാനം മനസ്സിലാവോ? അപ്പൊ അതാണ് പറഞ്ഞത്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു യുവതി. ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന ആൾക്കാരെ ഇമാജിനേഷനിൽ കാണാൻ ഭംഗിയുള്ള ആ യുവതിനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം എന്നാണ് അമ്മ പറയണത്. അതുവരെ അമ്മ താട്ടിക്കൊണ്ടുണ്ടാവൂല അവിടെ. ഇപ്പൊ എന്റെ മനസ്സിൽ കാണാൻ ഭംഗിയുള്ള ആ യുവതി ഇങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് എന്ത് ചെയ്തു ആ യുവതി? എന്നിട്ട് യുവതി അവിടെ നിന്നു.
എന്തിനാ അപ്പോഴേക്ക് യുവതി എന്താ ചെയ്തു ഏതാ ചെയ്തു നോക്ക്, അത്ര വലിയ ക്യൂരിയോസിറ്റി അല്ല എന്തിനാ? അമ്മയല്ലേ കാണാൻ ഭംഗിയുള്ള യുവതി വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കല യുവതി ഫ്ലൈറ്റ് കയറി എന്ത് ചെയ്തിട്ടുണ്ടാവും. അവിടെ വന്നു നിന്നു ഇരുന്നില്ലേ? ഇരുന്നു. ഇപ്പൊ യുവതി അവിടെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇത് ഒന്ന് തിളച്ച് വേവട്ടെ കേട്ടോ. അത് വേറെ ആ യുവതി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇതൊന്ന് വേവട്ടെ. ആ യുവതി അവിടെ ഇരിക്കട്ടെ. അപ്പൊ അവിടെ ഇരുന്നിട്ട് ആളടുത്ത് ഏതാ എന്റെ അടുത്തിരിക്കുന്ന ആളെന്ന് അപ്പോഴാണോ നോക്കി. നോക്കിയപ്പോ അവിടെ ഒരാള് ആളുടെ 2 കൈയില്ല. മനസ്സിലായോ? 2 കൈയില്ല. ആളെ കണ്ടപ്പോ ഈ യുവതിക്ക് അവിടെ ഇരിക്കാൻ ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. അതായത് എന്തോ ഒരു ജിഗുപ്സ പോലെ, എന്താ പറയാ, എന്തോ ഒരു അൺകംഫർട്ടബിൾ തോന്നി ആൾക്ക്. അപ്പോ അവര് ഇങ്ങനെ എന്താ ഞാൻ ചെയ്യാ, എനിക്ക് ഈ സീറ്റാണല്ലോ കിട്ടിയത്, ഇയാളുടെ അടുത്ത് എന്തായാലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അവരുടെ മുഖഭാവത്തിനൊരു അസഹ്യമായ ഒരു ഇതുണ്ടാവില്ല, ഒരു വെറുപ്പ്. അപ്പോ ഹെയർ ഹോസ്റ്റസിനെ വിളിച്ചു, പ്ലീസ് ഒന്നും കൂടി വരുമോ ചോദിച്ചു. അപ്പൊ എന്താണ് മേഡം ചോദിച്ചു. അപ്പോൾ എനിക്കിവിടെ ഈ ആളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ കംഫർട്ടബിൾ അല്ലാതെ, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് വേറൊരു സീറ്റ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പറയും അതിപ്പോ നോക്കട്ടെ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയും. എന്നിട്ട് കുറച്ചു നേരത്തിന് ഈ ഹെയർ ഹോസ്റ്റസ് വരില്ല. അപ്പൊ ഇവർക്ക് വീണ്ടും എന്താ. അപ്പൊ ഈ ആള് ഈ പുസ്തകം വായിച്ചോണ്ടിരിക്കുകയാണ്. ആര്? ഈ അടുത്തിരിക്കുന്ന ആള് ഇതിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. മടിയിൽ വെച്ചിട്ട് അതും പറയണം. അപ്പൊ പുസ്തകം വായിക്കാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ വേണമെന്നുണ്ടോ? അല്ല പറഞ്ഞില്ലല്ലോ. അപ്പൊ മടിയിൽ വെച്ചിട്ട് ആള് തലയും താത്തി ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയല്ലേ. അയാൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോ ഈ യുവതി വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനിവിടെ കംഫർട്ടബിൾ അല്ലാന്ന്, എന്നിട്ട് നിങ്ങൾ എന്താണ് ഞാൻ പറയുന്നത് കേൾക്കാത്തത്, ഇതാണോ നിങ്ങളുടെ രീതി, പാസഞ്ചേഴ്സിനോട് ഇങ്ങനെയാണോ പെരുമാറുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ക്യാപ്റ്റനും മറ്റുള്ളവരൊക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പോയിട്ട് ക്യാപ്റ്റനും ഇവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് പറയും, മാഡം നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ക്യാപ്റ്റനും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് സംസാരിച്ചു, ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, ഒരു പാസഞ്ചറിനെ ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഈ യുവതിക്ക് ഭയങ്കര സന്തോഷം. എന്താ അറിയോ, ആ പാസഞ്ചർ ആ യുവതിയാണെന്നാണ് അവളുടെ വിചാരം. ഈ കൈയില്ലാത്ത ഈ മനുഷ്യനൊന്നും ആവാൻ സാധ്യതയില്ല, ബിസിനസ് ക്ലാസ്സിലേക്ക് എന്നെ മാറ്റിയോ, എന്താണ് താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറയും. അപ്പോൾ മാഡം നിങ്ങളെ അല്ല, ഞങ്ങളുടെ ഈ സാറിനെയാണ് ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റിയത്. അപ്പോൾ ആ യുവതി ആകെ ചമ്മിപ്പോയി. അപ്പോൾ ഈ ആളില്ലേ, ഈ കൈയില്ലാത്ത ആള് ആളുടെ മുഖത്ത് ആദ്യം ഈ പറഞ്ഞതൊന്നും കേട്ടില്ല. പക്ഷെ രണ്ടാമത് വിളിച്ചിട്ട് ഇവരോട് കുറച്ച് ഷൗട്ട് ചെയ്ത് പറഞ്ഞില്ലേ, ആ സമയത്ത് ഈ ആളിത് കേട്ടു, എനിക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. ആദ്യം അയാൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ രണ്ടാമത് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു വിഷമായി. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അങ്ങനെ ഇയാളപ്പൊ മനസ്സിൽ അങ്ങനെ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ പറയും, വളരെ താങ്ക്സ്, നിങ്ങൾക്കും നിങ്ങളുടെ ക്യാപ്റ്റനും ഇതിനെക്കുറിച്ച് എന്നെ ഇങ്ങനെ ഒരു ഇതിൽ തിരഞ്ഞെടുത്തതിന് നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദി. എൻ്റെ ഞാൻ ആരാണെന്ന് അറിയോ, ഞാനൊരു ഭാരതീയ സേനയിലെ യോദ്ധാവാണ്, ഒരു യുദ്ധത്തിൽ എൻ്റെ 2 കൈകളും പോയതാണ്. പക്ഷെ എനിക്ക് ഈ മേഡം പറഞ്ഞില്ലേ ഇവരുടെ കൂടെ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി. എന്തിനാന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ ഈ 2 കൈകളെ ഞാൻ നഷ്ടപ്പെടുത്തിയത്? ഇത് നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മുടെ യോദ്ധാക്കൾ ഓരോന്നും ചെയ്യുന്നത്. നമ്മുടെ കാലുകൾ നഷ്ടപ്പെട്ടാലും, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും, നമ്മുടെ കൈകൾ നഷ്ടപ്പെട്ടാലും അത് നമ്മുടെ ദേശത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ ദേശം എന്ന് പറഞ്ഞാൽ അതിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയാണോ ദൈവമേ എൻ്റെ ഈ 2 കൈകൾ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന് എനിക്കൊരു ലജ്ജ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, എവിടെയോ ലോകത്തിൽ 1 or 2 പേര് ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ നിങ്ങളെപ്പോലെയുള്ള നല്ല പേരുകൾ എത്രയോ ഉണ്ട്. അപ്പം നിങ്ങളുടെ ക്യാപ്റ്റൻ ഇതിലുള്ള എന്തെങ്കിലും തിരഞ്ഞെടുത്തത് അവരൊക്കെ എത്ര നല്ല ആൾക്കാരാണ്. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു നിമിഷം ചിന്തിച്ചില്ലേ, അയ്യോ ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ 2 കൈകൾ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന്. അത് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ കൈകൾ നഷ്ടപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറയും. അപ്പോൾ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും കണ്ണിന് വെള്ളം നിറച്ച് ക്ലാപ്സ് അടിക്കും.
എന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ വിളിക്കും. അപ്പോൾ ഇയാളുടെ ആ ഒരു പ്രൗഢി ആ പെണ്ണുങ്ങൾ തല ആ ലേഡിക്ക് എന്താണ്ടായി പ്രൗഡ് മൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ബാഹ്യമായ സൗന്ദര്യം, ബാഹ്യമായ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ ബാഹ്യമായ പ്രൗഢിയുള്ള രൂപങ്ങളോ അല്ലെങ്കിൽ ബാഹ്യമായ എന്ത് കണ്ടിട്ട് നമ്മൾ ആകർഷിതരാകരുത്. ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അതൊന്നും കണ്ട് ഒരിക്കലും ആരും അട്രാക്ട് ആവരുത്. അന്തരംഗം, നമ്മുടെ മനസ്സ്, നമ്മുടെ വ്യക്തിത്വം ഒരാളുടെ എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ. അവരുടെ വേഷഭൂഷണം അവരെന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ഒരു മനസ്സുണ്ടാവും, അവരുടെ ഒരു വ്യക്തിത്വം ഉണ്ടാവും, അല്ലെങ്കിൽ അവരാരാണ്, അവരെന്താണ്, അവരേതായിരുന്നു, അങ്ങനെ പലതും ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അല്ലാതെ നമ്മൾ ഒരാളുടെ വേഷം കണ്ടു അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും വൈകല്യം കണ്ടു അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ അവരെ നമ്മൾ വെറുക്കരുത്. അവരുടെ വ്യക്തിത്വം, അവരാരായിരുന്നു എന്നൊക്കെ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കണം. അത് എല്ലാവർക്കും അതൊരു പാടായിരിക്കണം, അല്ലേ? യഥാർത്ഥത്തിൽ പുറം കാണും പോലെയല്ല അകം എന്നൊരു നല്ലൊരു മെസ്സേജും കൂടി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജിൻ്റെ ഒപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ പറഞ്ഞാൽ, ഈ കഥ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഭാരതീയ സേന ഒരു യോദ്ധാവായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലൊരു യോദ്ധാവ് ഉണ്ടെങ്കിൽ അവരടക്കം കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷം. കാരണം ഏതൊരു കഥയിലും നമ്മൾ ഒരു സിനിമാ നടന് കൊടുക്കുന്ന വാല്യൂ, ഒരു സിംഗറിന് കൊടുക്കുന്ന വാല്യൂ ഒന്നും ഒരിക്കലും നമ്മുടെ ഭാരത സൈന്യത്തിലുള്ള നമ്മുടെ ആർമി മെൻസിന് കൊടുക്കാറില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ യോദ്ധാക്കൾക്ക് നമ്മൾ ഒരിക്കലും, സോൾജേഴ്സിന് നമ്മൾ ഒരിക്കലും അത്ര ഒരു വാല്യൂ കൊടുക്കില്ല. നമ്മുടെ സംസാരം കൊണ്ട് ഇങ്ങനെ പറഞ്ഞാലും അപ്പുറത്ത് കാർഗിൽ യുദ്ധം ജയിച്ച ഒരാൾ വരുന്നുണ്ട് പറഞ്ഞാൽ ഇപ്പുറത്തെ ഒരു സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട് പറഞ്ഞാൽ എവിടെയായിരിക്കും ജനക്കൂട്ടം കൂടുതലുണ്ടാവുക? സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കണ്ണടച്ച് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ കണ്ണടയ്ക്കാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില യോദ്ധാക്കൾ കാരണം കൊണ്ടാണെന്ന് ഒരിക്കലും മറക്കരുത്. ഈ ഒരു കഥ യോദ്ധാക്കളൊക്കെ ഇട്ട് ഒരു ട്രിബ്യൂട്ടാണ്, അല്ലേ? അങ്ങനെ നമ്മുടെ നാടിന് വേണ്ടി കൈ പോയും കാല് പോയും ജീവൻ സമർപ്പിച്ചു ജീവിച്ചിരിക്കുന്ന അനേകം ലക്ഷം ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റാത്ത റിയൽ ഹീറോസ്. അപ്പോൾ ഇതൊന്ന് നന്നായി തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഇനി നമുക്കിതാ ഈ പച്ചമുളകും കൂടി ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ കഥ എനിക്ക് രണ്ട് കാര്യത്തിൽ ഇഷ്ടമായി. എന്താ പറയുക, നമ്മുടെ അകം പുറം രണ്ട് വ്യത്യാസമാണ്, അല്ലേ? നമ്മുടെ അകത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്താണ്, നമ്മുടെ വ്യക്തിത്വം എന്താണ്, അതിനെയാണ് ഒരു മനുഷ്യൻ ബഹുമാനിക്കേണ്ടത്. അല്ലാണ്ട് പുറമോടി കണ്ട് ഒരാളുടെ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി കണ്ട്, അല്ലാണ്ട് ഒരാളുടെ വൈകല്യം കണ്ട്, നിറം കണ്ട് ഒന്നും ഒരാളിനെ സ്നേഹിക്കരുത്. ഒരു മനുഷ്യൻ നമുക്കറിയില്ല ഏത് വ്യക്തി എത്ര വലിയൊരു വ്യക്തിയായിരിക്കും, എന്ത് ത്യാഗം ചെയ്തായിരിക്കും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടാവുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ജീവിതചക്രം. കാരണം നമ്മൾ അവരോട് അടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളതിനെ പുച്ഛിച്ച് കഴിഞ്ഞ് എണിച്ചു പോകുമ്പോഴായിരിക്കും നമ്മളൊന്നും നേടാൻ കഴിയാത്തവർക്കും വലിയ നേട്ടങ്ങൾ നേടിയ ഒരു വ്യക്തിയായിരിക്കും, അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ആരും നിസ്സാരമായിട്ട് കാണരുതെന്നൊരു സാരം കൂടി ഈ കഥയിലുണ്ട്, അല്ലേ? നല്ല കഥ, ഇഷ്ടപ്പെട്ടു. അതുപോലെ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ ചെയ്ത പോലെ നിങ്ങൾ ആരും അമ്മേനൊന്നും ചെയ്യാൻ നിൽക്കരുത്, അമ്മമാരൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ പാവം അവർക്ക് നടക്കാൻ പറ്റുമ്പോൾ നടന്നോട്ടെ. പക്ഷെ ഇത് അമ്മേനെ ചെറുതായിട്ട് കളിയാക്കിയപ്പോൾ ചിലരെന്ത് ചെയ്യറിയോ, ഒരു വാശിക്കങ്ങനെ എണിച്ചങ്ങനെ നടക്കും. പക്ഷെ എന്നാലും ഒരു ഗുണം ചെയ്തു, അല്ലേ? ആ ഒരു വൈദ്യരീതി ഒന്ന് ഗുണം ചെയ്തു. പക്ഷെ എല്ലാവർക്കും ഗുണം ചെയ്യാനൊന്നുമില്ല. ചിലർക്ക് നല്ല മേട്ടം കിട്ടും, ചിലർക്ക് അത് ഗുണം കിട്ടും, അല്ലേ? അപ്പം എനിക്കെന്താ കിട്ടിയത്? നിനക്ക് ഗുണം തന്നെ കുറച്ച് ഉപ്പ് വേണം. കണ്ട, ഇത് മീനൊക്കെ നമ്മൾ വെക്കില്ലേ, അതേപോലെ മുട്ടയും കൊണ്ട് ഒരു മുളകിട്ടത് ഇതേപോലെ അല്ലേ നമ്മൾ മീനൊക്കെ. അപ്പോൾ ഈസി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ടക്കറി കൂട്ടാൻ വേണ്ടി. എന്നിട്ട് പക്ഷെ മീനിൽ നമ്മൾ കറിവേപ്പില ഇടും, ഇതിൽ നമ്മൾ മല്ലിയില ഇടും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇത് ചോറിനും കൂട്ടാ, ചപ്പാത്തിക്ക് കൂട്ടാ, പൂരിക്ക് കൂട്ടാ, പൊറോട്ടയ്ക്ക് കൂട്ടാ, അങ്ങനെ എല്ലാത്തിനും കൂട്ടാം. ദോശയ്ക്കും കൂട്ടാം. ഇനി അതൊന്നും ബാക്കി വെക്കണ്ട, അത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ കറി, രഞ്ജിത്തിനുള്ള കറി. അപ്പോൾ എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ ഈ കറി തന്നെ അല്ല അമ്മ കൊടുക്കുക. അതല്ലേ? ആ ഉണ്ട് മുരിങ്ങയൊക്കെ ഉണ്ട് ഇവിടെ, റെഡിയാ. ഞാൻ മുരിങ്ങ പരിപ്പും കൂടി ഇത്തിരി കറി വെക്കുന്നുണ്ട്. അതും ഇതും പിന്നെ നിങ്ങൾ വരുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാവും, അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് വെച്ച് തരില്ലേ? അല്ല പിന്നെ ആരെ അമ്പുന്ന വിചാരം അത്ര തന്നെ. ഇവൻ ഇതൊക്കെ പറയും കേട്ടോ.
പക്ഷെ ഞാൻ അങ്ങനെയൊന്നല്ല. ഞാനിങ്ങനെ നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഇടയ്ക്ക് ഇവിടെ നിന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ടേ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ അമ്പൂനെ ഇന്നിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണ്. അതിന് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് തന്നേ പറ്റൂ. അച്ഛനും അച്ഛൻ ഞാൻ പറഞ്ഞ കാരണം കൊണ്ടല്ല അച്ഛൻ കൂട്ടുന്നത്. അമ്മ അമ്മക്കൊരു ഇത്തിരി വേദനയാവണം ഒരു കാരണത്തിൽ ഞാൻ കൂട്ടുനിന്നാൽ അച്ഛൻ കൂട്ടു നിൽക്കില്ല, അതറിയോ? അത് എന്നിട്ട് നിന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ മൊത്തം കാരണക്കാരൻ ഞാനാണ്. അത് കാരണം ഇപ്പം ഈ താമര പകുതി വിടുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നില്ലേ, ഇത് നാളേക്ക് ഒന്നും കൂടി വിരിയും, മറ്റന്നേക്ക് സൂപ്പറായി ഉണ്ടാവും ഇല്ലമ്മ. അപ്പൊ കഴിക്കാൻ വിളിക്കില്ല. എല്ലാം മറന്നു, ഒരു ദിവസത്തെ ഗ്യാപ്പിലെല്ലാം മറന്നു. ഇല്ല മറക്കില്ല. അപ്പൊ ഈ മുട്ട മുളകിട്ടത് കണ്ടോ, ഇത് നല്ല ടേസ്റ്റ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ മതി, ഇതും കൂട്ടാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ചപ്പാത്തിയോ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പൊ മീൻ മുളകിട്ടത് മാത്രമല്ല, നമ്മുടെ മുട്ട മുളകിട്ടത്, തക്കാളി മുളകിട്ടത്, വഴുതനങ്ങ മുളകിട്ടത്, ഇനി വേണമെങ്കിൽ ചേന മുളകിട്ടത് അല്ലേ, കൈപ്പക്ക മുളകിട്ടത്. എന്താ ശരിക്കും ഉണ്ടോ? നിർത്തൂ മതി, നിർത്തൂ മതി മതി, ഇഞ്ഞൊക്കെ മെല്ലെ പറയാ. ഇതൊക്കെ മുളകിട്ടുണ്ട്. ഉണ്ടാക്കണ്ട, ഉണ്ടാക്കിയോ നമ്മുടെ ഇഷ്ടം, ഉണ്ടാക്കിയോ. അയ്യോ ദൈവമേ. അല്ല അമ്മ ഇത്ര അല്ല ഇതൊക്കെ മുളകിടാ, പക്ഷെ ഇതൊക്കെ മുളകിട്ടത് ഉണ്ടാക്കും ശരിക്കും. അതന്നെ എന്തിടുമ്പോൾ അതിരത്തിൽ മുളകിടുക, അതന്നെയല്ലേ മുളകിട്ടത്. ഇതൊക്കെ സമ്മതിച്ചു. നമുക്ക് എന്തൊക്കെയോ മുളകിടാൻ പറഞ്ഞില്ല, അതൊക്കെ മുളകിടാ, പക്ഷെ എല്ലാത്തിനും മുളകിട്ടുണ്ടാക്കണോ? ശരിക്കും ഉണ്ടാക്കാറുണ്ട് അതൊക്കെ? ആണല്ലേ, എനിക്ക് തന്നിട്ടില്ലല്ലോ. നീ ഇപ്പഴല്ലേ ഇതൊക്കെ കാണാൻ തുടങ്ങി. ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോ നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരും. നീ ഞാൻ എന്താ ഉണ്ടാക്കിയത് പോലും നോക്കാറില്ല. മിക്കവാറും ഇപ്പൊ ഈ അടുക്കളയിൽ ഇതൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴല്ലേ നിനക്ക് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാം. അതുപോലെ നീ കഴിക്കാത്ത ഒന്നും നിനക്ക് തരാറില്ല. വല്ല ചിക്കനോ മട്ടനോ മീനോ അല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ കുറച്ച് കടലയോ പയറോ കായോ അങ്ങനെ എന്തൊക്കെയല്ലേ നീ കൂട്ടാറുള്ളൂ. ഒന്ന് നോക്കൂ നിങ്ങളൊക്കെ, ഈ താമരപ്പൂ ചെറുതായിട്ടൊന്ന് വിരിഞ്ഞിട്ടാണുള്ളൂ, അപ്പോഴേ ഈ അഹങ്കാരാണ്. നാളെ ഒരു പകുതി മറ്റന്നേക്ക് ഫുള്ളാകുമ്പോഴേക്ക് എൻ്റെ ഗതി എന്താവും? നാളെ എന്ത് മുളകിട്ടാണെന്നാ നാളെ പറയാം. അപ്പൊ അങ്ങനെ ആവട്ടെ. ഓടി വരും. പറഞ്ഞുകൊണ്ടേ അതെ അതെ, കാര്യമാക്കണ്ട. ബായ്.